സത്യസന്ധനും ഭീഷണികൾക്ക് വഴങ്ങാത്തവനും ആയിരുന്നു അയാൾ. വിശ്വസ്തയോടെ തൊഴിൽ പൂർത്തിയാക്കി അയാൾ തന്റെ ഓഫീസിന്റെ പടിയിറങ്ങി. പിന്നാലെ വന്നവൻ നീതിബോധമില്ലാത്തവനും സ്വസ്ഥാനം ഉറപ്പിക്കുന്നവനും ആയിരുന്നു. കള്ള അധികാരിക്ക് കീഴ്പ്പെടുന്ന ഒരു കഴിവുകെട്ടവൻ ആയിരുന്നു അയാൾ. മേലധികാരിയെ പറ്റിപ്പിടിച്ച് അയാൾ നിന്നു. മുൻഗാമിയെ അനീതിക്കാരനാക്കാൻ അവരിരുവരും തയ്യാറായി. രേഖകൾ മാറ്റി, ഫയലുകൾ കത്തിച്ചു. നെറികെട്ടവന്മാരും കൂട്ടിനായി കൂടി. അയാളുടെ കുറ്റവിചാരണയ്ക്കായി സദസ്സുകളും നടന്നു. നാണം കെടുത്താനും കൊല്ലാനും ഹേരോദ്യർ പണവും പദവിയും വാഗ്ദാനം ചെയ്തു. പരീശന്മാർ കള്ളരേഖകളും തയ്യാറാക്കി അയാളെ കൊല്ലണം. എന്നാൽ അയാൾ ഭയരഹിതനായി പറഞ്ഞു, കരത്തിലുള്ള നാണയം കാണിപ്പീൻ. കള്ളച്ചങ്ങാത്തവും കുടിലതന്ത്രങ്ങളും കൊണ്ട് അരങ്ങുവാഴുന്നവർ ഒരു വശത്തും സത്യവും ധർമ്മവും ആത്മാർത്ഥതയും വിട്ടുമാറാത്തവർ മറുവശത്തും ആ നാണയത്തിൽ ഉണ്ടായിരുന്നു. അയാൾ ധൈര്യപൂർവം പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന്. സത്യവും ധർമ്മവും ആത്മാർത്ഥതയും വിജയിക്കുന്നത് അയാൾ കണ്ടു. ആ കിരാതന്മാർക്ക് കീഴടങ്ങാതെ അയാൾ നീതിന്യായങ്ങളുടെ തമ്പുരാന് തന്റെ ജീവൻ ഭരമേൽപ്പിച്ചു. അയാളുടെ ഓഫീസ് ജീവനക്കാർ ഒരുമിച്ചു പാടി, സ്വസ്ഥാനം ഉറപ്പാക്കാൻ ചൂട്ടുപിടിച്ച് പിന്നാലെ വന്നവൻ അനീതിക്കാരോടൊപ്പം കൂടി എന്ന്. കള്ളനാണയങ്ങൾ വെളിവാകുകയും സത്യം തെളിയുകയും ചെയ്യുന്ന ഒരു ഈസ്റ്റർ ദിനത്തിനായി അയാൾ കാത്തിരുന്നു. സത്യം പ്രവർത്തിപ്പാനും നീതിയിൽ മുന്നേറാനും പദ്ധതിയുള്ള ഒരു ഭരണക്രമത്തിനു മാത്രമേ പുരോഗതി കൊണ്ടുവരുവാൻ കഴിയുള്ളൂ. നമ്മുടെ നോമ്പനുഭവങ്ങൾ സത്യത്തിൻ്റെയും നീതിയുടെയും ആഘോഷമാവട്ടെ.